അഖിൽ മാരാർക്കെതിരെ വിമർശനവുമായി മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്ത്. സിനിമയ്ക്കെതിരെ ആളുകയറുന്നില്ലെന്ന് കണ്ടപ്പോൾ അണിയറ പ്രവർത്തകരുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് അഖിൽ മാരാർ ശ്രമിക്കുന്നതെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ബാബു ജോൺ പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഈ ചിത്രത്തിന് തലവെച്ച് കൊടുത്തതെന്നും ഇക്കാര്യം അണിയറ പ്രവർത്തകർക്ക് അറിയാമായിരുന്നുവെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. സ്റ്റാർഗേസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രതീജ് കൃഷ്ണയാണ് ചിത്രം നിർമ്മിച്ചത്. അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണെന്നും ഇത്തരത്തിലുള്ളൊരു വിഷയവും സ്റ്റാർഗേസ് പ്രൊഡക്ഷൻസിന് അറിവുള്ളതല്ലെന്നും സംവിധായകൻ വ്യക്തമാക്കി. മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന സിനിമയെക്കുറിച്ച് അഖിൽ മാരാർ ഇന്ന് പുറത്തുവിട്ട പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിലുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു വിഷയവും സ്റ്റാർഗേസ് പ്രൊഡക്ഷൻസിന് അറിവുള്ളതല്ല. ഈ സിനിമയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം അദ്ദേഹം ഡബ്ബിങ്ങിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. ജനങ്ങൾ സിനിമ ഏറ്റെടുത്തില്ല എന്നത് ശരി തന്നെയാണ്. എന്തുകൊണ്ടാണത്? ഞങ്ങളുടെ നിരീക്ഷണത്തിൽ മനസ്സിലായ കാര്യം അനാവശ്യ സ്ഥലങ്ങളിലുള്ള പരാമർശം മൂലം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഒരുപോലെ വെറുപ്പിച്ചു എന്നതാണ്. കാശ്മീരിൽ വെടിവയ്പിൽ ആളുകൾ മരിച്ചപ്പോൾ രാജ്യത്തിനെതിരായി പറഞ്ഞിട്ട് കേസായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്നും ആഹ്വാനം ചെയ്തത് പാർട്ടിക്കാരുടെ ശത്രുത നേടി. ഒടുവിൽ യുവ നേതാവിനെതിരെ രംഗത്തു വന്നു. വേറെയും ശത്രുക്കൾ ഉണ്ടാക്കി. ഈ സമയത്തൊക്കെ പ്രൊഡക്ഷൻ ടീം അദ്ദേഹത്തെ വിലക്കിയിരുന്നു. അതുകൊണ്ടുതന്നെ പല സ്ഥലത്തും സിനിമയ്ക്ക് ആള് കയറാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. സിനിമയ്ക്ക് ആള് കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രൊഡക്ഷൻ ടീം ഡയറക്ടറെയും തലയിലിട്ട് സ്വയം രക്ഷപ്പെടാനുള്ള ഉപാധി മാത്രമാണ് ഇത്തരം പ്രസ്താവനകൾ. പിന്നെ കൃത്യമായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തത്. വർക്ക് കംപ്ലീറ്റ് ആയി കോഴിക്കോടുള്ള സ്റ്റുഡിയോയിൽ വന്ന് പൂർണ്ണമായും സിനിമ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ട്രെയിലർ ലോഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്തതും ബിഗ് ബോസിൽ പോയി പ്രൊമോഷൻ നടത്തിയതും. അതും പ്രൊമോഷൻ കമ്പനി എടുത്തുകൊടുത്ത ടിക്കറ്റിൽ. സിനിമ ഹിറ്റാക്കുമെന്നും ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. പ്രേക്ഷക സിനിമ തിരസ്കരിച്ചതും നെഗറ്റീവ് റിവ്യൂ എഴുതിവിട്ടതും അദ്ദേഹത്തോടുള്ള വിരോധത്തിന്റെ പേരിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ നിരൂപകനുമായുള്ള വിഷയത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചതും കൊച്ചി ആസ്ഥാനമായി സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഓൺലൈൻ ചാനലുകാർ എല്ലാവരെയും കുറ്റപ്പെടുത്തി പോസ്റ്റിട്ട കാരണം അഖിൽ മാരാറിന്റെ ഒരു വീഡിയോസും അവർ കൊടുക്കില്ല എന്ന് തീർത്തു പറയുകയും അവർ പറഞ്ഞത് പ്രകാരം ട്രെയിലർ ലോഞ്ചിന്റെ സമയത്തുള്ള വീഡിയോസിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലറാക്കിയാണ് കൊടുത്തത്. അറിയപ്പെടുന്ന ചാനലുകാർ ആരും കൊടുത്തതുമില്ല. സിനിമ റിലീസ് സമയത്തും അവർ പറഞ്ഞു ഞങ്ങൾ കുറ്റം പറഞ്ഞ ആളിന്റെ സിനിമയുടെ പ്രൊമോഷന് ഞങ്ങൾ വരില്ല എന്ന്. അവസാനം അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ നാട്ടിലെ കൊട്ടാരക്കരയിലാണ് സിനിമ കണ്ടത്. കൊച്ചിയിലെ വനിതാ തിയേറ്ററിൽ അദ്ദേഹം വരില്ല എന്നറിഞ്ഞപ്പോൾ ഓൺലൈൻ മീഡിയയിലുള്ള എല്ലാവരും വരികയും വീഡിയോസ് എടുക്കുകയും ചെയ്തു. സത്യാവസ്ഥ ഇതെന്നായിരിക്കെ അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവന തികച്ചും സിനിമയുടെ പരാജയത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം മാത്രമാണ്. സിനിമ കണ്ട ആളുകളിൽ കൂടുതൽ അദ്ദേഹത്തിന് മാത്രം കുറ്റപ്പെടുത്തിയാണ് കമന്റുകൾ ഇട്ടത്. അത് അദ്ദേഹമായി ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയത്തിന്റെ ശത്രുക്കളും ഓൺലൈൻ ആൾക്കാരും ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെയാണ്. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കി ശത്രുക്കളെ ഉണ്ടാക്കിയത് ഈ സിനിമ നിർമ്മിച്ചവരല്ല. അവസരങ്ങൾക്കൊത്ത് നിലപാടുകൾ മാറ്റുന്നത് ആർക്കും ഭൂഷണമല്ല എന്നതാണ് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.